ഒരു കാര്യം, ആദ്യത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു, എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞു. എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ടും ആണെന്നേ. എനിക്ക് സന്തോഷമാണ്, നിറഞ്ഞ മനസ്സോടുകൂടിയല്ലേ പറയണത്. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ. അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു. അച്ഛൻ്റെ പേരും പറഞ്ഞു. അമ്മയുടെ പേര് പറയാൻ സ്കോപ്പില്ല അവിടെ, അതുകൊണ്ടാണ്. ഇല്ലേ അമ്മയുടെ പേര് കൂടി പറഞ്ഞത്. അച്ഛൻ്റെ അമ്മയുടെ പേര് പറയുന്ന അഭിമാനമാണ്. ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഒരുപാട് കംപ്ലൈൻസ് ഉണ്ട്, പരാതികളുണ്ട് വ്യാപകമായി. ഇപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിൽ പോലും വ്യാപകമായ പരാതികളുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ അതിൻ്റെ യോഗം വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ 3 ദിവസമോ? അതെങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞു, അന്ന് രാത്രി ചർച്ചകൾ നടത്തിയത് പൂർത്തിയായി, ലിസ്റ്റ്. ഇന്നലെയാണ് അറിയുന്നത് ഗവർണർ സ്ഥലത്തില്ലാന്ന്. ഗവർണർ രാവിലെ തൃശ്ശൂരിലേക്ക് പോയി, അദ്ദേഹം രാത്രിയാണ് വന്നത്. ഇന്ന് രാവിലെ ഗവർണർക്ക് സമർപ്പിച്ചു. എവിടെയാ വൈകിയത്? നേരിട്ട് കൊടുത്തു, ഗവർണർക്ക് കൊടുത്തു. അല്ലെ ഗവർണർ അവിടെ നിന്ന് അപ്രൂവൽ വേണ്ടേ? അല്ലെങ്കിൽ അവിടെ എന്ത് തർക്കം? മിനിങ്ങാന്ന് രാത്രി തീർന്നു. നിങ്ങൾ എഴുതിയതിന് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറയും ഫിഷറീസിന്റെ തർക്കമാണ് എന്ന് പറഞ്ഞിട്ട് പല വാർത്തകളും വന്നു. ആ വിഷയങ്ങളൊക്കെ UDF ചർച്ചകളിലൊക്കെ മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് വന്ന UDFന്റെ ചർച്ചകൾ പൂർത്തിയായി. ഏത് മന്ത്രിസഭാ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് 10 ദിവസം കൊണ്ട് വരുന്ന കോൺഗ്രസിന്റെ മന്ത്രിസഭാ ലിസ്റ്റ് 24 മണിക്കൂർ കൊണ്ട് വന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ, അങ്ങനെയാണ് രാത്രി. സാധാരണ 48 hours എടുക്കാറുണ്ട്. ഇത് അതും എടുത്തില്ല. ഇന്നലെ മിനിയാന്ന് രാത്രി ഇച്ചിരി വൈകിയാണ് തീരുമാനമായത്. കാരണം ഡൽഹിയിൽ നിന്നുള്ള എല്ലാം അപ്രൂവൽ എല്ലാം വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. പൂർത്തിയായി. ഇന്നലെ ഗവർണർ ഇല്ലാന്ന് നമുക്ക് അറിയില്ല. സത്യത്തിൽ ഗവർണർ ഇല്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് രാവിലെ കൊടുക്കാൻ പറ്റുള്ളൂ, കൊടുത്തു. അതിന് ഇന്നലെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.